അള്ളാഹുവിൽ നിന്നാണ് അടിച്ചു വീശുന്നത്. ഏറ്റവും അധികം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിരുന്ന മഹാനാണ് മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു. അവര് വഫാത്തായപ്പോൾ അള്ളാഹുവിന്റെ റസൂല് മദീനയിലില്ല, നബി തങ്ങൾ തബൂക്കിലാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, ജനാസ നിസ്കരിക്കാൻ ഇറങ്ങിയ മലക്കുകളെ കാണണോ മദീനത്ത്? മദീന അങ്ങനെ തബൂക്കിലേക്കൊന്നിങ്ങനെ ചുരുട്ടി കൊടുത്തു. എന്നിട്ട് ആ സ്വഹാബിന്റെ ജനാസക്ക് നബി തങ്ങൾ നിസ്കരിച്ചു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 50,000 മലക്കുകൾ ജനാസ നിസ്കാരത്തിൽ സംബന്ധിക്കാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുകയാണ്. അവർക്കൊക്കെ എങ്ങനെയാ മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു പരിചയം? ഒറ്റ കാരണം കൊണ്ടാണ്, ഖുർആനുമായുള്ള വലിയ ബന്ധം. അതുകൊണ്ടല്ലേ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിത്യേന ഓതൽ ഏറ്റവും അധികരിപ്പിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. മഹാനവറുകൾ എണ്ണം പറഞ്ഞത് 200 ഫതുഹുൽ മുഈനിലൂടെ. 200 പ്രാവശ്യം ദിനേന ഓതൽ സുന്നത്തുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അതിന് ഇത്രത്തോനെ ടൈമൊന്നും വരൂല. 2 മിനിറ്റ് വാച്ചിലേക്ക് നോക്കിയിട്ടൊന്ന് ഇഖ്ലാസ് സൂറത്ത് ഓതി നോക്കി, എത്ര ഓതി തീരുന്നറിയാം? ആകെ 4 ആയത്തല്ലേ ഉള്ളൂ. പെട്ടെന്ന് 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 ഓതി തീരും. ഓരോ നിസ്കാരത്തിന്റെ ശേഷവും 40 വീതം ഓതിയാൽ 200 ഉണ്ടാകൂലേ? 200 ഉണ്ടാകും. വളരെ എളുപ്പല്ലേ? നിസ്കാരം കഴിഞ്ഞ് നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോ കൈവിരൽ അങ്ങനെ മടക്കിയിട്ട് അങ്ങനെ ഓതിയാൽ മതി. പുരയിലെത്തുമ്പോഴേക്കും 40 ഓതിത്തീരും, പെട്ടെന്ന് ഓതിത്തീരും. നിസ്കാരക്കുപ്പായൊന്ന് മാറ്റിയിട്ട് ഒന്ന് അടുക്കളയിലേക്കൊന്ന് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കയ്യിൽ എണ്ണം പിടിച്ച ഉമ്മമാരെ 40 എണ്ണിത്തീരും. വലിയ പ്രയാസമൊന്നുമില്ല. പതിവായി ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എല്ലാ ദിവസവും ഓതൽ സുന്നത്തുള്ള സൂറത്താണ്. അത് അധികം ഓതിയപ്പോഴാണ് ഇത്രയും മലക്കുകൾ ജനാസ നിസ്കാരത്തിൽ സംബന്ധിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങിയത്. തബൂക്കിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രംഗം കാണുകയാണ്. ജനാസ നിസ്കാരത്തിന് തങ്ങൾ നേതൃത്വം നൽകി. ഖുർആനുമായുള്ള ബന്ധം, വാനലോകത്തേക്കുള്ള മലക്കുകൾ, വലിയ പരിചയം അവർക്ക് നമ്മെ കുറിച്ച് കിട്ടുന്ന ഒരു ബന്ധമാണ്.